നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടക്കുന്നതെല്ലാം അട്ടിമറി തന്നെ. JS സിദ്ധാർത്ഥനെതിരായ ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി VC നിയമോപദേശം തേടാതെ റദ്ദാക്കി. ഇതോടെ കൊന്നവർക്കെല്ലാം തുടർ പഠനത്തിന് അവസരമൊരുങ്ങും. സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ. എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള തീരുമാനം. സിദ്ധാർത്ഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. ഈ പെൺകുട്ടിയെ സഹായിച്ച സഹപാഠിയായ പെൺകുട്ടിക്കെതിരെയും നടപടികളൊന്നുമില്ല. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് കുന്നിൻ മുകളിൽ വിധേയമാക്കിയത് എന്നും റിപ്പോർട്ടുണ്ട്. ഈ പെൺകുട്ടിക്കെതിരെയും നടപടിയില്ല. ഇതിനിടെയാണ് 33 പേരെ തിരിച്ചെടുക്കുന്നത്. അതിനിടെ വിവാദത്തിലായ പെൺകുട്ടികളെ പൂക്കോട് നിന്നും മാറ്റി മറ്റൊരു വെറ്ററിനറി കോളേജിൽ പഠിക്കാൻ അവസരം നൽകുന്നതിനും ആലോചനയുണ്ട്. ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം. ഇതോടൊപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ CBI ഇനിയും എത്തിയിട്ടില്ല. അന്വേഷണം കൈമാറിയ ഉത്തരവ് CBIക്ക് ഇനിയും കൊടുത്തിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാകുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത്. 31 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 90 പേരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ 2 പേരുൾപ്പെടെ 33 വിദ്യാർത്ഥികളെ VC തിരിച്ചെടുത്തു. ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും കുറച്ചു പേർക്ക് മാത്രമായി ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വജനപക്ഷപാതവും ഉണ്ടായെന്നാണ് ആരോപണം. VCക്ക് കിട്ടിയ അപ്പീൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു. ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപേ സർവകലാശാല നൽകിയ ശിക്ഷാ ഇളവ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്കും ഗുണകരമാകും. അവർ ജയിലിൽ നിന്നിറങ്ങിയാലും അപ്പീൽ നൽകും. അപ്പോൾ അവരുടെ സസ്പെൻഷനും പിൻവലിക്കും. സീനിയർ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതായി അറിവില്ല. ഹോസ്റ്റലിൽ ഒരു രാത്രി മാത്രം ഉണ്ടായിരുന്ന 1ാം വർഷക്കാരെയാണ് തിരിച്ചെടുത്തത്. അവർ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സസ്പെൻഷൻ ഉത്തരവ് കുട്ടികൾക്ക് കിട്ടിയിരുന്നുമില്ല. അതുകൊണ്ടാണ് നിയമോപദേശം തേടാതിരുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രൻ പറയുന്നു. നേരത്തെ സംഭവം പുറത്തു കൊണ്ടുവന്ന 2 കുട്ടികളെ സർവകലാശാല സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ ഇരട്ടത്താപ്പ് സിദ്ധാർത്ഥൻ കേസിൽ പൂക്കോട് നടക്കുന്നുണ്ട്.